ഞങ്ങൾ ITU ബാങ്ക് നിക്ഷേപക സംരക്ഷണ സമിതി ഭാരവാഹികളാണ്. അതിൻ്റെ പ്രസിഡന്റ്, സെക്രട്ടറി, ട്രഷറർ, ബാങ്കിങ് എക്സ്പേർട്ട്, ലീഗൽ അഡ്വൈസർ എന്നീ ഭാരവാഹികളാണ് ഇപ്പോൾ നിങ്ങളുടെ മുമ്പിൽ ഇരിക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളുടെ നമസ്കാരം. 108 കൊല്ലം പാരമ്പര്യമുള്ളൊരു ബാങ്കാണ് ഇരിഞ്ഞാലക്കുട ടൗൺ കോഓപ്പറേറ്റീവ് ബാങ്ക്. അതിൽ 482 കോടി രൂപ ഞങ്ങൾക്ക് നിക്ഷേപകരായിട്ടുള്ള 7000 പേർക്ക് കിട്ടാനുണ്ട്. ഈ 7000 പേര് എന്ന് പറയുമ്പോൾ ഞങ്ങളുടെ കുടുംബാംഗങ്ങളടക്കം 35,000-ഓളം ആളുകൾ അതിൽ വരും. ഈ 2019 മുതൽ ബാങ്കിന്റെ കാലാകാലങ്ങളിലുള്ള നടത്തിപ്പ് നിയമവിരുദ്ധമാണെന്ന് കണ്ടപ്പോൾ റിസർവ് ബാങ്ക് നിയന്ത്രണമുള്ളത് കൊണ്ട് അവർക്ക് ഉത്തരവുകൾ പലതും നൽകിയെങ്കിലും അതെല്ലാം കാറ്റിൽ പറത്തിയിട്ടാണ് ബാങ്ക് മുന്നോട്ട് പ്രവർത്തിച്ചിരുന്നത്. ഈ ബാങ്കിന്റെ ചെയർമാൻ സ്ഥാനം വഹിച്ചിരുന്നത് 36 വർഷം തുടർച്ചയായിട്ട് ഒരേ വ്യക്തിയായിരുന്നു. അദ്ദേഹം ഇന്ന് ഇരിഞ്ഞാലക്കുട നഗരസഭാ ചെയർമാൻ കൂടിയാണ്. അദ്ദേഹത്തിന്റെ പേര് MP ജാക്സൺ. ഈ കാലയളവിലുള്ള സഹ ഡയറക്ടർമാരുടെയും ജീവനക്കാരുടെയും എല്ലാം അഴിമതി നിറഞ്ഞ ഭരണത്തിന്റെ പ്രതിഫലനമാണ് ഞങ്ങൾക്ക് ലഭിക്കാനുള്ള ഈ 482 കോടി രൂപ. എങ്ങനെയാണ് ബാങ്ക് ഈ നഷ്ടത്തിലേക്ക് പോയത് എന്നുള്ള ചോദ്യത്തിന് ഉള്ള ഉത്തരം, ഈ മൂല്യങ്ങളില്ലാത്ത ഭൂമി ഈട് വാങ്ങിച്ച് അമിതമായി പണം നൽകി, അത്തരത്തിൽ പണം നൽകുന്നത് മൂലം അതിന് വേണ്ടുന്നതായിട്ടുള്ള ഒത്താശ ചെയ്തു കൊടുക്കുന്നവർക്ക് കമ്മീഷനും മറ്റു ആനുകൂല്യങ്ങളും പറ്റിയിട്ടാണ് ഇതെല്ലാം സംഭവിച്ചത്. ആ കൂട്ടത്തിൽ ബാങ്കിന്റെ അധികാര പരിധി വിട്ടുള്ള സ്ഥലത്ത് ബാങ്ക് ലോൺ കൊടുത്തു. അത്തരത്തിലുള്ള ലോണുകൾ മുടക്കമായിട്ടുള്ള വ്യക്തികൾക്കെതിരെ കേസ് കൊടുത്തു വന്നപ്പോൾ ഈ ജുറിസെക്ഷണൽ ബാൻ പറഞ്ഞ് അവർ തർക്കിച്ച് കേസ് കൊടുത്തു നിൽക്കുകയാണ്. ഉദാഹരണത്തിന്, ഈ ബാങ്ക് മുകുന്ദപുരം താലൂക്ക് ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന അധികാര പരിധിയുള്ള ബാങ്കാണ്. ഈ ബാങ്ക് എന്ത് ചെയ്തു എന്ന് വെച്ചാൽ, മുൻകൂട്ടിയുള്ള റിസർവ് ബാങ്കിന്റെയോ അല്ലെങ്കിൽ സഹകരണ വകുപ്പിന്റെയോ അനുമതിയില്ലാതെ തലപ്പള്ളി താലൂക്കിന്റെയും കൂടി അധികാരം കവർന്നെടുത്ത് അവിടെ ചേലക്കര, വടക്കാഞ്ചേരി മുതലായ സ്ഥലങ്ങളിൽ 5ഓളം ബ്രാഞ്ചുകൾ തുടങ്ങി. ആ 5 ബ്രാഞ്ചും ഇപ്പോൾ റിസർവ് ബാങ്ക് നിർദ്ദേശമനുസരിച്ച് കൂട്ടിക്കെടുക്കുകയാണ്. ഇത് കൂടാതെ കൊണ്ടോട്ടി മുതൽ കോട്ടയം വരെയുള്ള സ്ഥലങ്ങളിൽ ലോണുകൾ കൊടുത്തു. ആ ലോണുകളെല്ലാം NPA ആയി മുടങ്ങിക്കിടക്കാണ്. കേസ് കൊടുക്കുന്ന സമയത്ത് അവർ ഉന്നയിക്കുന്ന തർക്കം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് അധികാര പരിധി വിട്ട് നൽകിയിട്ടുള്ള വായ്പയാണ്, അതുകൊണ്ട് നിയമാനുസരണം നിലനിൽക്കില്ല. മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ബാങ്കിന്റെ ഹെഡ് ഓഫീസിനെ കുറിച്ച് നിങ്ങൾക്കൊരു ചെറിയ വിശദീകരണം തരാം. 5 സ്യൂട്ട് റൂം ഉണ്ട്, ഒരു എയർ കണ്ടീഷൻ ഹാളുണ്ട്, ഒരു ലൈബ്രറി ഉണ്ട്, ഒരു ജിംനാസിയം ഉണ്ട്. റിസർവ് ബാങ്കിന്റെ ഏരിയ ഓഫീസ് ട്രിവാൻഡ്രത്തുണ്ട്, അവിടെ പോലും ഇല്ല എന്നാണ് ഒരു ഉദ്യോഗസ്ഥർ പറയുന്നത്. അവിടെ മാത്രമല്ല, സഹകരണ വകുപ്പിന്റെ ആസ്ഥാനമായ തിരുവനന്തപുരത്ത് പോലും അത്രയും ഭീമാകാരമായ ഒരു നിർമ്മാണമില്ല. ആ നിർമ്മാണം നടത്തിയിട്ടുള്ളത് അതിനുവേണ്ടി വരുന്ന സിമെന്റും കമ്പിയും മുതലായ ചെലവ് വർദ്ധിപ്പിച്ചെടുക്കാനായിരുന്നു. 2025 ജൂലൈ 30 റിസർവ് ബാങ്ക് ഇത്തരത്തിലുള്ള ബാങ്കിന്റെ നടപടിക്രമങ്ങളെല്ലാം കണ്ട് ഓൾ ഇൻക്ലൂസീവ് ഡയറക്ഷൻ എന്ന് പറഞ്ഞ് നിർദ്ദേശങ്ങൾ അവർക്ക് കൊടുത്തു. അത് കൊടുക്കുന്ന സമയത്ത് ATM എല്ലാം ബ്ലോക്കാക്കി 10,000 രൂപയിൽ കൂടുതൽ 6 മാസത്തിൽ ഒരിക്കൽ ഒരു നിക്ഷേപകന് കൊടുക്കരുതെന്ന് പ്രഖ്യാപനമുണ്ടായിരുന്നു. പക്ഷേ അതെല്ലാം കാറ്റിൽ പറത്തിയിട്ടാണ് അന്നത്തെ ചെയർമാൻ 115 കോടി രൂപ അദ്ദേഹത്തിന്റെ താല്പര്യക്കാർക്ക് വിതരണം ചെയ്തു. അത് ഇത്തവണത്തെ ഓഡിറ്റ് റിപ്പോർട്ടിൽ കണ്ടെത്തി. അതുകൊണ്ടാണ് 115 കോടി രൂപ എന്ന് സ്പെസിഫിക് ആയിട്ട് പറയുന്നത്. ആ 115 കോടി രൂപ എങ്ങനെ കൊടുത്തു, ഏത് മാർഗത്തിൽ കൊടുത്തു എന്നുള്ള ഒരു രേഖയും ഓഡിറ്റിനായിട്ട് ഹാജരാക്കി കൊടുക്കാൻ ഇപ്പോഴത്തെ ജീവനക്കാർക്ക് സാധിച്ചിട്ടില്ല. വേറൊരു കാര്യമുള്ളത്, ഞങ്ങൾ ഈ പറയുന്ന 12,000 പേരിൽ അല്ലെങ്കിൽ അതടങ്ങുന്ന 35,000 കുടുംബങ്ങളിൽ പലരും മരിച്ചുപോയി. സമയോചിതമായിട്ട് പണം കിട്ടിയിട്ടില്ല മരുന്നിന്. ചികിത്സ മുടങ്ങിയവര്, വിദ്യാഭ്യാസം മുടങ്ങിയവര്, അബോധാവസ്ഥയിൽ കഴിയുന്നവര്,
അനാഥശാലയിൽ ഈ ബാങ്കിലിട്ട പണത്തിന്റെ പലിശ കൊണ്ട് അനാഥശാലയിലെ മന്ത്ലി റെമ്യൂണറേഷൻ കൊടുക്കേണ്ട സാഹചര്യമുള്ളവർക്ക് പണം കിട്ടാത്തത് കൊണ്ട് അനാഥശാലയിൽ നിന്ന് പുറത്താക്കപ്പെട്ടവരുമുണ്ട്. ഇരിഞ്ഞാലക്കുടയിലെ ബിഷപ്പേഴ്സ്, ദേവാലയങ്ങൾ, മോസ്കുകൾ, ആശുപത്രികൾ, അനാഥാലയങ്ങൾ തുടങ്ങി കുറിക്കമ്പനികൾ എല്ലാം ഈ ബാങ്കിന്റെ ഒരു പരാജയം കൊണ്ട് അനുഭവസ്ഥരാണ്. ബാങ്ക് ഇപ്പോൾ ലിക്വിഡേഷന് പോകുന്നു എന്നാണ് ഏറ്റവും ഒടുവിലായിട്ട് ഞങ്ങൾ അഡ്മിനിസ്ട്രേറ്ററുടെ കയ്യിൽ നിന്ന് മനസ്സിലാക്കിയിട്ടുള്ള വിവരം. ഒരു ഉദാഹരണമായിട്ട് പറയാം, 18 ലോൺ അപേക്ഷകളിലായി 120 കോടി രൂപയാണ് ലോൺ കൊടുത്തിരിക്കുന്നത്. 18 പേർക്കായിട്ട് 120 കോടി രൂപ. അത് മുടക്കമാണ്. എൻ്റെ പബ്ലിഷ് ലിസ്റ്റ് ഞങ്ങളുടെ കയ്യിലുണ്ട്. അതും ഒരു കുടുംബത്തിലെ ഭാര്യയും ഭർത്താവും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ജാമ്യം നിന്നിട്ടാണ്. അപ്പൊ പ്രഥമ ദൃഷ്ട്യ അധികാര ദുർവിനിയോഗത്തിന്റെ ഏറ്റവും വലിയൊരു ഉദാഹരണമായിട്ട് നമ്മൾ അതിനെ കാണണം. ഇനി ഈ ബാങ്കിന്റെ 31/3/2026 ഓഡിറ്റ് റിപ്പോർട്ട് അനുസരിച്ച് 362 കോടി രൂപയാണ് ഈ നിഷ്ക്രിയ ആസ്തി, ദാറ്റ് ഈസ് നോൺ ബാങ്കിങ് അസറ്റ്. ബാങ്ക് ലോൺ കൊടുത്തതിന് ശേഷം മുടക്കം വന്നപ്പോൾ ജപ്തി ചെയ്ത് ബാങ്കിൻ്റെതായി സ്വരൂപിച്ച് കൂട്ടിയിരിക്കുന്ന വസ്തുവിന്റെ മുഖവിലയാണ് 362 കോടി. അതിൽ നിന്നിപ്പോൾ കേരള മാർക്കറ്റിൽ 100 കോടി പോലും കിട്ടില്ല. കാരണം ഞങ്ങളുടെ അന്വേഷണത്തിൽ ഹൈടവർ ഈ ഇലക്ട്രിസിറ്റി ലൈൻ പോകുന്ന പാടശേഖരങ്ങൾ, കുളങ്ങൾ, തോടുകൾ മുതലായവയാണ്. കാരണം അവര് ദേ ഹാവ് പബ്ലിഷ് ലിസ്റ്റ് ഓഫ് ഡിഫോൾട്ടേഴ്സ്. ഇനി ഈ പ്രോപ്പർട്ടിയുടെ ലിസ്റ്റും നമുക്ക് തന്നപ്പോൾ ഞങ്ങൾ വെരിഫൈ ചെയ്തപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ഞങ്ങൾക്ക് തരുന്നില്ല എന്ന് മാത്രമല്ല, ഇത് ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ അവസാന കയ്യെന്നോട് ഞങ്ങൾ ഗവൺമെന്റുകളിൽ റെപ്രസെന്റേഷൻ പിന്നെ സെൻട്രൽ ഗവൺമെന്റിന് കൊടുത്തു, സ്റ്റേറ്റ് ഗവൺമെന്റിന് കൊടുത്തു. അവർ നോക്കാമെന്ന് പറയുന്നതല്ലാണ്ട് ഒരു എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു നടപടിയും നടക്കുന്നില്ല. ബാങ്കിന്റെ മൂലധനത്തിൽ വർധനവ് ഉണ്ടായാൽ മാത്രമേ അത് സാധിക്കുകയുള്ളൂ. ആ മൂലധന വർധനവിന് വേണ്ടിയിട്ട് ഒന്നില്ലെങ്കിൽ സർക്കാർ ഭാഗത്തു നിന്ന് കോപ്പറേറ്റീവ് ബാങ്കുകളുടെ കൺസോർഷ്യം ഉണ്ടാക്കിയോ, അല്ലെങ്കിൽ ഏതെങ്കിലും അങ്ങനെ അത്തരത്തിൽ സാമ്പത്തികമായിട്ട് ഞങ്ങൾ ഷെയർസ് എടുക്കാൻ പറ്റുന്ന ആൾക്കാരോ, ഇനി അതിനപ്പുറം ഈ ഞങ്ങളുടെ ഈ 462 കോടി രൂപ അവിടെ നിക്ഷേപമായിട്ട് കിടക്കുന്നുണ്ടല്ലോ, അതിൽ നിന്ന് ഞങ്ങളെല്ലാം കൂടി എന്തെങ്കിലും സമാഹരിച്ച് ഷെയറാക്കി മാറ്റുവാൻ സാധിക്കുമെങ്കിലും മാത്രമേ ബാങ്കിന് ഇപ്പോൾ ഒരു സസ്റ്റൈനബിലിറ്റി ഉള്ളൂ. അത്തരത്തിൽ ഒരു 75 കോടി രൂപ ഇല്ലെങ്കിൽ ബാങ്ക് ലിക്വിഡേഷനിൽ പോകും എന്നുള്ളതാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. വൈകിയാണ്. യെസ്, വെരി ഗുഡ് ക്വസ്റ്റ്യൻ. ഈ 2025 അഡ്മിനിസ്ട്രേറ്റീവ് ഭരണം വന്നിട്ടില്ല. 2025 ജൂലൈയിൽ വന്നത് ഓൾ ഇൻക്ലൂസീവ് ഡയറക്ഷനാണ്. ഒക്ടോബർ 6 ആണ് ഈ സൂപ്പർസീഡ് ചെയ്ത്, ഡയറക്ട് ബോർഡിനെ സൂപ്പർസീഡ് ചെയ്ത്. അപ്പൊ ഞങ്ങളുടെ എല്ലാം പ്രതീക്ഷ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ റിസർവ് ബാങ്ക് ഏറ്റെടുത്തേക്കല്ലേ, അതൊരു 3 മാസം കൊണ്ടോ അല്ലെങ്കിൽ 6 മാസം കൊണ്ടോ തീരുമെന്നുള്ള പ്രതീക്ഷയായിരുന്നു. അങ്ങനെ പ്രതീക്ഷിച്ചിരിക്കുമ്പോഴാണ് ഇത് ഓരോ 3 മാസം നീട്ടിക്കൊണ്ടു പോകുന്നു. അപ്പോഴാണ് ഞങ്ങൾ ജൂലൈ 18 നേരിട്ട് അഡ്മിനിസ്ട്രേറ്ററെ കണ്ട് ഞങ്ങളുടെ എല്ലാവരും കൂടി സംഘം ചേർന്ന് ഞങ്ങളുടെ വിഷമങ്ങളും പരാതികളും ബോധിപ്പിച്ചപ്പോഴാണ് അയാൾ ഉടനെ തന്നെ ഈ അടുത്ത ദിവസങ്ങളിൽ ഓഡിറ്റ് ചെയ്തിട്ടുള്ള റിപ്പോർട്ട് നിങ്ങൾക്ക് തരാം എന്ന് പറഞ്ഞതിന് ശേഷമാണ് മാർച്ച് മാസം വരെയുള്ള ഓഡിറ്റ് റിപ്പോർട്ട് ഞങ്ങൾക്ക് തന്നത്. അപ്പോൾ ഞങ്ങൾക്ക് ആ ഭീകര ചിത്രം മനസ്സിലായി. ഇഫ് യു വാണ്ട് ടു നോ സംതിങ് അബൌട്ട് അതിന്റെ അക്കൗണ്ടബിലിറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സാർ ഐ എം നോട്ട് എ ബാങ്കർ, പുള്ളി നന്നായിട്ട് പറയും. അത് വേണമെങ്കിൽ അതിന്റെ ലിസ്റ്റ് ഉണ്ട്. ബാങ്കിന്റെ വെബ്സൈറ്റിൽ നിന്ന് അവര് പിടിച്ചിട്ട് ഭൂമിയെ പബ്ലിഷ് ചെയ്ത ലിസ്റ്റ് ഉണ്ട്. അത് ഡൗൺലോഡ് ചെയ്തിരിക്കുക. അപ്പൊ ഒരു ഇതില് ഞാൻ പേര് പറയാത്തത് എന്തോ അത് ഞങ്ങൾക്ക് അറിയില്ല, പക്ഷെ അവരുടെ പേരുകൾ അറിയാം. അപ്പൊ അതിൽ തന്നെ പറയുന്നുണ്ട് സബ്സ്റ്റാൻഡേർഡ്, ഡൗട്ട്ഫുൾ 3 എന്ന് പറഞ്ഞ കാറ്റഗറൈസേഷൻ നടത്തിയിട്ടുണ്ട് റിസർവ് ബാങ്ക്. അതായത് സബ്സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഞങ്ങളൊരു ഭൂമി പോയി കണ്ടു, 1.5 ഏക്കറ ഈ ടവർ ലൈനില്ലേ അത് പോണതിന്റെ അടിയിൽ കിടക്കുന്ന പാടാണ് ഇരിഞ്ഞാലക്കുടയിലെ മനവശ്ശേരി വില്ലേജില്.
ഇതിങ്ങനെ പല സ്ഥലത്തും ഉണ്ട്. തീർച്ചയായിട്ടും അതുകൊണ്ട് അങ്ങനെ വേണ്ട അനുമാനിക്കാൻ. അതായത് ഈ ബാങ്കിലെ ചെയർമാനോ ഡയറക്ടർ ബോർഡ് അംഗങ്ങൾക്കോ ഞാൻ കഴിഞ്ഞ 2010 മുതൽ 25 വരെയുള്ള ഡയറക്ടർമാരുടെ ലിസ്റ്റ് ഉണ്ട്, മരിച്ചുപോയവരെ ഒഴിവാക്കിയിട്ടുണ്ട്, റിപ്പിറ്റേഷൻ വന്ന ആൾക്കാരെ ഒരു പ്രാവശ്യമാക്കിയിട്ടുള്ള പീരീഡ് പറഞ്ഞത്. ഇവർക്ക് ആർക്കും 10 പൈസയുടെ ഡെപ്പോസിറ്റ് ഇല്ല. 2021 ബാങ്കിന്റെ ചെയർമാൻ കൊടുങ്ങല്ലൂര് നിയമസഭാ മണ്ഡലത്തിലേക്ക് മത്സരിക്കുമ്പോൾ 16.5 ലക്ഷം രൂപ ഡെപ്പോസിറ്റ് ഉണ്ടായിരുന്നു ആസ് പെർ ഹിസ് പബ്ലിഷ്ഡ് അവരുടെ. നൗ ദർ ഇസ് നത്തിങ്, ഹാർഡ്ലി 1 lakh rupees എന്നാണ് ഞങ്ങളുടെ അടുത്ത് പറഞ്ഞത്. അദ്ദേഹം പറയുന്നത് 2 കോടി ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ അഡ്മിനിസ്ട്രേറ്റർ പോയി ചോദിച്ചു. അപ്പൊ സിറ്റിംഗ് ഫീസ് ഇനത്തിൽ വാങ്ങിക്കാതെ കിടക്കുന്ന കഷ്ടി 1 ലക്ഷം റുപ്യ അവിടെ ഉണ്ട്. പിന്നെ അദ്ദേഹം ഇപ്പൊ പറയുന്നുണ്ട് ബാങ്കിൽ പൈസയുണ്ട്. ഇതിൽ വേറൊരു വശം വെച്ചാല് 5 ലക്ഷം രൂപ വെച്ച് എല്ലാവർക്കും ലഭിച്ചു. അതായത് 5 ലക്ഷം രൂപയുടെ മുകളിൽ നിക്ഷേപമുള്ളവർക്കും 5 ലക്ഷം രൂപ വരെയുള്ളവർക്കും DICGCയിൽ നിന്ന് 5 ലക്ഷം രൂപ ലഭിച്ചു. ആ ഇനത്തിൽ 482 കോടി രൂപയാണ് തിരിച്ച് ബാങ്ക് അങ്ങോട്ട് കൊടുക്കാനുള്ളത്. കാരണം അത് ഇൻഷുറൻസ് ഡെപ്പോസിറ്റ് ഇൻഷുറൻസ് ക്രെഡിറ്റ് ഗ്യാരണ്ടി കോർപ്പറേഷൻ, അവർക്ക് അത് തിരിച്ചു കൊടുക്കണം. അതിനുവേണ്ടി അവര് ബാങ്കിന്റെ റിസർവ്സ്, ഗവൺമെന്റ് സെക്യൂരിറ്റീസ് എല്ലാം അവർ ഫ്രീസ് ചെയ്ത് വെച്ചേക്കാം. അപ്പൊ ഇൻ ഇഫക്ട് ഇത് ഞങ്ങൾക്കൊന്നും കിട്ടില്ല. ഇപ്പൊ ഞങ്ങൾ അവിടുന്ന് മെമ്പർഷിപ്പ് ഒഴിഞ്ഞ് പോരണമെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും അങ്ങോട്ട് കൊടുത്തിട്ട് വേണം പോരാൻ. പ്ലീസ്. ബാങ്കിന്റെ ഭരണസമിതി MP ജാക്സൺ ആണ് 36 വർഷമായിട്ട്. ഏറ്റവും എൻ്റെ 33 പേരുടെ പേരുണ്ട്. അത് പല 2010 തൊട്ടുള്ള ലിസ്റ്റാണ് ഞങ്ങൾ എടുത്തിരിക്കുന്നത്. പിരിച്ചുവിടുന്ന ഒരു സമയത്ത് 24-25 ഭരണസമിതിയാണ്. പക്ഷെ ഈ 36 കൊല്ലം അദ്ദേഹം തന്നെയായിരുന്നു ചെയർമാൻ. പിന്നെ അവിടെ ജോലിയിൽ വെക്കുന്ന അതിൻ്റെ ഒരു ക്രമം കൂടി ഞാൻ പറഞ്ഞുതരാം. ഈ ഗോൾഡ് അപ്രൈസർ എന്നുള്ള തസ്തികയിലാണ് എല്ലാവരെയും അവിടെ അപ്പോയിന്റ് ചെയ്യുന്നത്, വിച്ച് ഡസ് നോട്ട് നീഡ് എനി സാങ്ഷൻ ഫ്രം ദ ഗവൺമെന്റ്. പിന്നെ എന്ത് പരീക്ഷ കാര്യങ്ങളൊന്നും പാസ്സാവണ്ട. അപ്പൊ ഇവരിങ്ങനെ കയറ്റിയിട്ടാണ് ഇങ്ങനെ ക്രമം അനുസരിച്ച് മാനേജറായിട്ടും GM ആയിട്ടും മാറ്റിക്കൊണ്ടുപോകുന്നത്. അപ്പൊ ഈ ബാങ്കിങ് അറിയാവുന്ന ആരും തന്നെ ഇല്ല. ഇപ്പൊ വേറൊരു കാര്യമുണ്ട്, 5 ബ്രാഞ്ച് പൂട്ടിക്കിടക്കുക. 5 ബ്രാഞ്ചിലെ ജീവനക്കാരെ എല്ലാം ഇവിടെ എടുത്തിട്ടുണ്ട്. ഈ ബ്രാഞ്ചുകൾ ഇപ്പോഴും വാടകയ്ക്ക് കെട്ടിടത്തിന് 9 കോടി രൂപ ഒരു കൊല്ലം വാടക കൊടുക്കുന്നുണ്ട്. ഒരു ബ്രാഞ്ചിലും ബിസിനസ് നടക്കുന്നില്ല. 4 കോടി ഇവർക്ക് ശമ്പളം കൊടുക്കുന്നുണ്ട്. ഞങ്ങളെ സംബന്ധിച്ച് 7.5% പലിശ കിട്ടിയെന്ന് 2% കുറച്ചു. ആ കുറച്ച സംഖ്യ പോലും ഞങ്ങൾക്ക് തരുന്നില്ല. അത് അക്രൂഡ് ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞിട്ട് പ്രിൻസിപ്പൽ എമൗണ്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോവാണ്. ജീവനക്കാരെ ശമ്പളത്തിലോ വരുമാനത്തിലോ ഒരു കുറവുമില്ല. ഇത് കൊടുക്കുന്നത് മുതലിൽ നിന്ന് എടുത്തിട്ടാണ്. ഇവൻ ദ സാലറി ഫോർ ദ അഡ്മിനിസ്ട്രേറ്റേഴ്സ് അതും കൊടുക്കുന്നത് ഇതാണ്. അപ്പോൾ ഞങ്ങളുടെ പ്രധാനമായിട്ട് 3 ആവശ്യങ്ങളാണ് ഞങ്ങൾ പറയുന്നത്. ഒന്ന്, കേരള സർക്കാരുകൾ ഇടപെട്ട് കൺസോർഷ്യം ഉണ്ടാക്കിയ മറ്റു തരത്തിലുള്ള സഹായിച്ചില്ലെങ്കിൽ ഇത് അവസാനിച്ചു പോകും. പലരും ഞങ്ങൾ ആത്മഹത്യ ചെയ്യേണ്ടി വരും. 2, ഫോറൻസിക് ഓഡിറ്റ് നടത്തണം. ഫോറൻസിക് ഓഡിറ്റ് നടത്തിയാലാണ് വി ക്യാൻ ഫൈൻഡ് ഔട്ട് ദ റിയൽ കൾപ്രിറ്റ്സ്. കാരണം ഇത് ഫോട്ടോസ്റ്റാറ്റ് കോപ്പി വെച്ചിട്ട് എടുത്തിട്ടുണ്ട്. അതിൻ്റെ ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. ഈ MP ജാക്സൺ തന്നെയാണ് ഇരിഞ്ഞാലക്കുട സഹകരണ ആശുപത്രിയുടെ ഡയറക്ടർ, ചെയർമാൻ. അദ്ദേഹം ആ ആശുപത്രിയുടെ നിർമ്മാണത്തിന് വേണ്ടിയിട്ട് ഹഡ്കോ എന്ന് ലോൺ എടുത്തു. ആ പ്രോപ്പർട്ടിയുടെ ഡോക്യുമെന്റ് കൊണ്ടുപോയി പ്ലെഡ്ജ് ചെയ്തു. ആ ഡോക്യുമെന്റിന്റെ ഫോട്ടോസ്റ്റാറ്റ് വെച്ച് ഇദ്ദേഹം ചെയർമാനായിട്ടുള്ള ബാങ്കിൽ നിന്ന് അന്ന് 1 കോടി രൂപ എടുത്തു. ആ 1 കോടി മുടക്കായി 3 കോടിയായി. 3 കോടി രൂപയായിപ്പോ തിരിച്ചടയ്ക്കാൻ പറ്റാണ്ടായിപ്പോ ഈ ബാങ്കിന്റെ ആശുപത്രിയിലുള്ള ഷെയർ ആയിട്ട് അത് കൺവേർട്ട് ചെയ്തു. ആ പ്രോപ്പർട്ടി ഹഡ്കോ ലേലത്തിന് വെച്ചിരിക്കുകയാണ്. അതിന് കുറച്ച് ടെക്നിക്കൽ റീസൺസ് ഉള്ളതുകൊണ്ട് ലേലം നടക്കുന്നില്ല. ബിക്കോസ് ദാറ്റ് ഈസ് ഇൻകോർപ്പറേറ്റഡ് അണ്ടർ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട്. അപ്പൊ ഇനി എന്തെല്ലാം കള്ളത്തരങ്ങൾ ചെയ്യാൻ പറ്റുമോ അതെല്ലാം ചെയ്യും. അതിലും വലിയ സങ്കടം, അദ്ദേഹം ഇപ്പൊ മുനിസിപ്പൽ ചെയർമാനാണ്, നഗരപിതാവാണ്. ഞങ്ങളവിടെ സമരം ഇരിക്കുമ്പോൾ ഞങ്ങളെ കളിയാക്കാം. ഞങ്ങളുടെ സമരം തകർക്കുമെന്ന് പത്രസമ്മേളനം നടത്തി അദ്ദേഹത്തിന്റെ കിങ്കരന്മാരെ കൊണ്ട് പറയിപ്പിച്ചു. കഴിഞ്ഞ ദിവസം ഞങ്ങൾ നഗരപിതാവ് എന്ന നിലയിൽ അദ്ദേഹം പങ്കെടുക്കുന്ന പരിപാടികളിൽ സമരമുഖത്ത് ഉണ്ടായിരുന്നു. അപ്പൊ ഒരു കഴിഞ്ഞ ഞായറാഴ്ച ഉണ്ടായിരുന്ന സ്ഥലത്ത് ഈ രക്ഷാപ്രവർത്തനം എന്ന് പറഞ്ഞിട്ട് അയാളുടെ കുറച്ച് ഗുണ്ടകളെ കൊണ്ട് ഇറക്കി നിർത്തിയേക്കാം സ്ത്രീകളുടെ ഇടയിൽ. അപ്പൊ കായികമായിട്ട് ഞങ്ങൾ നേരിടുന്ന പരസ്യമായിട്ട് പത്രസമ്മേളനം ഇരിഞ്ഞാലക്കുട നടത്തി പറഞ്ഞു. ഇവിടെ പത്രസമ്മേളനത്തിന് നടത്തുന്നതിന്റെ കാരണം എന്താ വെച്ചാൽ ഇത് ജില്ലയിൽ മൊത്തം വ്യാപിച്ചു കിടക്കുന്ന ഒരു പ്രസ്ഥാനമാണ്. മാത്രമല്ല ഇരിഞ്ഞാലക്കുടയിൽ ഞങ്ങൾ നടത്തിയത് ഞങ്ങൾക്ക് അതിനുള്ള ഒരു
പിന്തുണ ലഭിക്കുമെന്നുള്ളൊരു സംശയം കൂടി ഞങ്ങൾക്കുണ്ട്. ഉള്ള കാര്യം തുറന്നു പറയാമല്ലോ. അദ്ദേഹത്തിന്റെ സ്വാധീനം അത്രമേലുണ്ട്. അപ്പൊ ഞങ്ങളുടെ നഗരപിതാവായിട്ട് ഇനി അദ്ദേഹം ഇരിക്കരുത്. ഞങ്ങളുടെ കണ്ണീരൊപ്പാൻ സാധിക്കാത്ത പിന്നെ കുറ്റവാളി തന്നെ കുറ്റപത്രം തയ്യാറാക്കുന്ന രീതിയിലാണ് ഇപ്പൊ അവിടെ പോകുന്നത്. പുള്ളി എന്നിട്ട് ഞങ്ങളെ ബ്ലെയിം ചെയ്യുന്നത്. പുള്ളി വേറൊരു കാര്യം ചോദിച്ചു, ഞാൻ പിന്നെ ഈ ജൂലൈ 30 വരെ സുഗമമായി പോയല്ലോ എന്ന്. കള്ളനെ പിടിക്കാൻ പോലീസ് വരുമ്പോ മുൻകൂട്ടി അറിയിച്ചിട്ട് വരുമോ? അവർ ഓൾ ഓൺ എ സഡൻ ദേ കെയിം, അവർ ഫ്രീസ് ചെയ്തു, ATM എല്ലാം ഫ്രീസ് ചെയ്ത് അവർ ടുക്ക് ഓവർ എന്ന് പറയാൻ പറ്റില്ല, കണ്ടീഷൻസ് വെച്ചു. എന്നിട്ട് ഈ ജൂലൈ 30 കഴിഞ്ഞിട്ട് ഒക്ടോബർ 6 വരെ 108 crores 10,000 രൂപ ഡിസ്ബേഴ്സ് ചെയ്യാൻ പാടുള്ളൂ എന്ന് പറഞ്ഞിട്ട് 100 കോടി രൂപ അദ്ദേഹത്തിന് വേണ്ടപ്പെട്ട ആൾക്കാർക്ക് അദ്ദേഹം വിതരണം ചെയ്തു. ആര് ചോദിക്കാൻ? അപ്പൊ ഇദ്ദേഹം ഇപ്പോ ഞാൻ ഇതിന് കൂടുതലായിട്ട് വേറൊരു കാര്യം ചെയ്തു. ഇന്ത്യൻ ടൊബാക്കോ കമ്പനിയുടെ രജിസ്ട്രേഡ് ട്രേഡ് മാർക്കാണ് ITC. ഇദ്ദേഹം ബ്രാൻഡ് ചെയ്യാൻ വേണ്ടി ഒരു കാലത്ത് ITC ബാങ്ക് നിന്നാക്കി. കൽക്കട്ടയിൽ അവർ കേസ് കൊടുത്തു. ദാറ്റ് വാസ് സെറ്റിൽ ഫോർ 4 crores. ആ 4 കോടി രൂപ അവർ വഴി മറ്റു ചെലവഴിച്ചു കഴിഞ്ഞിട്ട് അത് കോപ്പറേറ്റീവ് രജിസ്ട്രാർ കണ്ടുപിടിച്ച് അതിൽ 24 ലക്ഷം രൂപ വെച്ച് ഡയറക്ടർമാരോട് അടയ്ക്കാൻ പറഞ്ഞ് അവർക്ക് സർചാർജ് വന്നു. ഇപ്പൊ കോൺഗ്രസ് അല്ലേ ഭരിക്കുന്നത്. ഈ ഞങ്ങൾ പറയണതിൽ എന്തെങ്കിലും ഒരു സംശയമോ അല്ലെങ്കിൽ കളവുണ്ടെങ്കിൽ ദയവ് ചെയ്ത് അത് പറഞ്ഞാൽ ഞങ്ങൾ വിത്ത് ഡോക്യുമെന്റ് ഞങ്ങൾ അത് തരാം. ഓഡിറ്റ് റിപ്പോർട്ട് തരാം, ഇവിടെ ഓഡിറ്റ് ഒബ്സർവേഷൻ തരാം. സാറ് ഒരു ബാങ്കറാണ്, ബാങ്ക് എന്തെങ്കിലും ചോദിക്കുകയാണെങ്കിൽ സാറിന് ചോദിക്കാം. Police and Standard Chartered Bank Dubai manager Joseph CK. സാറ് ചോദിച്ച ഒരു കാര്യം ഞാനൊന്ന് ക്ലാരിഫൈ ചെയ്യാം. ഫാമിലി അല്ലെങ്കിൽ റിലേഷൻസിനാണ് ലോൺ കൊടുത്തിരിക്കുന്നതെന്ന്. ബാങ്കിന് നടന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ വളരെ മെറ്റിക്കുലസ് ആയിട്ട് പ്ലാൻ ചെയ്ത് ഗൂഢാലോചന നടത്തി എക്സിക്യൂട്ട് ചെയ്ത ഒരു പ്രോഗ്രാമാണ് അവിടെ നടന്നിരിക്കുന്നത് ബാങ്കിൽ. ഒരു ഫാമിലിയിൽ തന്നെ 4 പേർക്ക് ലോൺ കൊടുത്തിട്ടുണ്ട്. അച്ഛൻ, അമ്മ, മകൻ, അങ്കിൾ. ഈ 4 പേരുടെയും കൂടി ലോണിൻ്റെ ടോട്ടൽ വരുന്നത് 12 കോടിയാണ്. കോപ്പറേറ്റീവ് ലോ പ്രകാരം ഇത് ഫണ്ടമെൻ്റലി ഇസ് എ ബ്രീച്ച് ഓഫ് ദി റൂൾ. കാരണം ഓരോ ഇൻഡിവിജ്വൽ ലോണിനും ഒരു ത്രെഷ് ഹോൾഡ് അല്ലെങ്കിൽ ഒരു മാക്സിമം ലിമിറ്റ് കോപ്പറേറ്റീവ് ലോയിലുണ്ട്. ഈ കോപ്പറേറ്റീവ് ബാങ്കുകളുടെ ഓപ്പറേഷൻസിൽ കൺട്രോളായിട്ട് വെച്ചിട്ടുണ്ട്. അത് ഓവർകം ചെയ്യാൻ വേണ്ടി മൾട്ടിപ്പിൾ ലോൺസ് കൊടുത്ത് ഗ്യാരണ്ടോർ ആയിട്ട് വരുന്നത് ഇൻ്റർലിങ്ക്ഡ് പാർട്ടീസ്. അതായത് ഭർത്താവ് ഭാര്യയ്ക്ക്, മകന് അച്ഛൻ, അങ്കിളിന് പെങ്ങൾ. അങ്ങനെയാണ് ഈ ഗ്യാരൻറ്റി സൈൻ ചെയ്ത് കൊടുത്തിരിക്കുന്നത്. പിന്നെ വേറൊരു കാര്യം കൂടി ഉള്ളത്, ബാങ്കിനകത്ത് വളരെ റിലയബിളായിട്ട് മനസ്സിലായതാണ്, ഓരോ ലോണിനും 2 ഫയൽ ഉണ്ടായിരിക്കും. ഒരു ഫയല് സ്പെസിഫിക് ആയിട്ട് ഉണ്ടാക്കുന്നത് അപ്രൂവൽ, നിയമമനുസരിച്ച് അപ്രൂവൽ കിട്ടുന്നതിന് മാത്രം. മറ്റേ ഫയല് അവരാവശ്യപ്പെടുന്ന എമൗണ്ട് അപ്രൂവ് ചെയ്ത് കിട്ടാൻ വേണ്ടി. അപ്പോൾ ഓഡിറ്റേഴ്സിന് കിട്ടുന്നത് നിയമപരമായിട്ടുള്ള ഫയലും റിയൽ ഫയൽ വേറെയാണ്. അപ്പോൾ അത് അവിടെയാണ് ഈ ഫ്രോഡ് സിറ്റുവേഷൻ വരുന്നത്, അല്ലെങ്കിൽ കോൺസ്പിറസി സിറ്റുവേഷൻ വരുന്നത്, ഗൂഢാലോചന വരുന്നത്. അപ്പോൾ അതിൻ്റെ പുറകിലെല്ലാം ഒരു അണ്ടർലൈങ് ബെനഫിറ്റ് ആർക്കൊക്കെയോ കിട്ടുന്നുണ്ട്. അത് ആർക്കൊക്കെയാണെന്നുള്ളത് ഒരു ഫോറൻസിക് ഓഡിറ്റ് കൂടി മാത്രമേ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. ഇനിയിപ്പോൾ സാറ് പറഞ്ഞ കാര്യങ്ങൾ, തെളിവ് എന്ന് പറയുന്നത് വളരെ എന്താ പറയുക, റിലയബിളായിട്ട് റിസർവ് ബാങ്കിൻ്റെ അഡ്മിനിസ്ട്രേറ്റർ അപ്പോയിൻ്റ് ചെയ്ത ഓഡിറ്ററാണ് 2025-26 ബാലൻസ് ഷീറ്റ്, അതായത് 31 മാർച്ച് 2026 വരെയുള്ള ബാലൻസ് ഷീറ്റ് ഓഡിറ്റ് ചെയ്തിരിക്കുന്നത്. ആ ഓഡിറ്റ് കമൻറ്റ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു പേജ്, മൾട്ടിപ്പിൾ പേജ് ഉണ്ട്. ഓഡിറ്റ് കമൻറ്റ്സ് റിലീസ് ചെയ്തിട്ടുണ്ട്. അതിൽ ഈ സാറ് പറഞ്ഞ, നമ്മുടെ അഡ്വക്കേറ്റ് ആൻ്റണി പറഞ്ഞ എല്ലാ കാര്യങ്ങളും ലൈനിട്ട് സൂചിപ്പിച്ചിട്ടുണ്ട്. അത് ഞാൻ വളരെ ബ്രീഫായിട്ട് പറഞ്ഞു തരാം. ഡീറ്റെയിൽഡായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ചോദിച്ചാൽ മതി. അതിൽ ഒന്നാമതായിട്ട് പറഞ്ഞിരിക്കുന്നത്
ക്യാപിറ്റൽ ആഡിക്വസിയുടെ റിക്വയർമെൻ്റ് ആണ്. എന്ന് പറഞ്ഞാൽ മൂലധനം എത്ര വേണം എന്നുള്ളത് ഒരു ബാങ്കിൻ്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ളൊരു ഫാക്റ്റാണ്. മൂലധനമില്ലാത്ത ഒരു ബാങ്ക് നിലനിൽക്കാൻ പാടില്ല. അത് ലിക്വിഡേറ്റ് ചെയ്ത് ബാങ്ക്റപ്റ്റായിട്ട് പോകേണ്ട കമ്പനിയാണ്. 2014 ബാങ്കിന് ലോണും മറ്റ് ബുക്കിൻ്റെ സൈസ് ആയിട്ടുണ്ടായിരുന്നത് 300 കോടിയാണ്. ആ 300 കോടിക്ക് അന്ന് വേണ്ടിയിരുന്ന ക്യാപിറ്റൽ 30 കോടിയായിരുന്നു. ആ 30 കോടി ക്യാപിറ്റലിലാണ് ഇന്നും ഈ ബാങ്ക് നിലനിൽക്കുന്നത്. ഇന്ന് ബാങ്കിൻ്റെ, അതായത് DICGC 462 കോടി രൂപ ഇൻഷുറൻസ് ക്ലെയിം പേ ചെയ്തതിന് ശേഷമുള്ള ലോൺ എമൗണ്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ 710 കോടിയാണ്. 710 കോടി ലോണുണ്ട്. ഡെപ്പോസിറ്റേഴ്സിന് കൊടുക്കേണ്ടതായിട്ടുള്ള ഡെപ്പോസിറ്റ് എമൗണ്ട് 477 കോടിയാണ്. അപ്പോൾ ഇതിന് വേണ്ട മൂലധനം കണക്ക് കൂട്ടുന്നത് ഓരോ അക്കൗണ്ടിൻ്റെയും റിസ്കിനെ ബേസ് ചെയ്തുകൊണ്ടാണ്. അക്കൗണ്ട് എന്ന് പറയുമ്പോൾ ഓവർ ഡ്രാഫ്റ്റിന് 100% റിസ്ക് ഉണ്ട്. ഗോൾഡ് ലോണിന് 20% റിസ്ക്കേ ഉള്ളൂ. കാർ ലോണിനാണെങ്കിൽ 30% റിസ്ക്കേ ഉള്ളൂ. അങ്ങനെ വേരിയസ് ആയിട്ടുള്ള റേറ്റിലാണ് മൂലധനം കണക്കാക്കുന്നത്. അങ്ങനെ കണക്കാക്കുന്ന റിസ്കിൻ്റെ, ടോട്ടൽ റിസ്കിൻ്റെ 11% ഒരു ബാങ്കിന് ക്യാപിറ്റലായിട്ട് വേണ്ടത്. ഓക്കെ, അങ്ങനെ കണക്ക് കൂട്ടുമ്പോൾ ഇന്നത്തെ ബാലൻസ് ഷീറ്റിൽ ക്യാപിറ്റൽ വേണ്ടത് 70-75 കോടി രൂപയാണ് ഏകദേശം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാങ്കിന് 40-45 കോടി രൂപയുടെ ഡെഫിഷ്യൻസി ഉണ്ട് മൂലധനത്തിൽ. അത് റിസർവ് ബാങ്ക് 2019 തുടങ്ങി പല ഡയറക്റ്റീവ് വഴി ആവശ്യപ്പെടുന്നതാണ് മൂലധനം കൂട്ട് എന്നുള്ളത്. പക്ഷെ മൂലധനം കൂട്ടണമെങ്കിൽ അത് ചെയ്യേണ്ട ആൾക്ക് നല്ലൊരു ഉദ്ദേശം ഉണ്ടായിരിക്കണം, ബാങ്കിനെ നിലനിർത്തിക്കൊണ്ട് പോകണം. ഇവിടെ ആ ഉദ്ദേശം ഉള്ളതായിട്ട് കാണുന്നില്ല. മൂലധനത്തിൻ്റെ കാര്യത്തിൽ അവർ അതും കൂടി വിഡ്രോ ചെയ്യാനാണ് ട്രൈ ചെയ്തത്. പക്ഷേ റിസർവ് ബാങ്ക് അനുവദിക്കാത്തത് കൊണ്ട് മാത്രം ആ 30 കോടി ഇപ്പോഴും അവിടെയുണ്ട്. 29.8 കോടി. ഓക്കെ, ഓഡിറ്റേഴ്സ്, ഇത് ബാങ്കിൻ്റെ അപ്പോയിൻറ്റഡ് ലീഗൽ ഓഡിറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റർ കമൻറ്റ് ചെയ്തിരിക്കുന്ന പോയിന്റുകളാണ് ഞാൻ പറയുന്നത്. രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് കോർ ബാങ്കിങ് സിസ്റ്റം, അതായത് ബാങ്കിൻ്റെ മെയിൻ ബാങ്കിങ് സിസ്റ്റം ഈസ് മാനിപ്പുലേറ്റഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലേക്ക് മാനുവൽ ഇൻ്റർവെൻഷൻ നടത്താനുള്ള കൺട്രോളുകൾ അവരുടെ കയ്യിലുണ്ടായിരുന്നു. അതുപയോഗിച്ചിട്ട് അവർ ലോണുകളുടെ മെച്യൂരിറ്റി പ്രൊഫൈലുകളും ക്ലാസിഫിക്കേഷൻസും വളരെ എന്താ പറയുക, പർപ്പസ്ഫുള്ളായിട്ട് ദുരുദ്ദേശത്തോടു കൂടി അതിനെ മാനിപ്പുലേറ്റ് ചെയ്തു. അപ്പോൾ ഒരു ലോൺ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ 90 ദിവസം അതിന് റീപേയ്മെൻറ്റ് കിട്ടാതെ വരിക, അതായത് 3 മാസത്തേക്ക് അതിൻ്റെ പലിശ ഡ്യൂ ആയിട്ടുള്ള പലിശ കിട്ടാത്ത സാഹചര്യത്തിൽ ആ ലോൺ ഡീഫോൾട്ടായി. ആ ലോൺ അപ്പോൾ ഒരു കാറ്റഗറി മാറ്റി എന്താ പറയുക, ആക്റ്റീവ് ലോണുകളിൽ നിന്ന് ഡീഫോൾട്ടഡ് ലോൺ കാറ്റഗറിയിലേക്ക് മാറ്റണം. അതിന് വേണ്ട സ്റ്റെപ്സ് എടുത്ത് അതിൽ നിന്നും റിക്കവറി ഇല്ലാത്ത സിറ്റുവേഷൻ വരുന്ന സിറ്റുവേഷനിൽ അതിനെ കിട്ടാക്കടമായിട്ട് കാറ്റഗറൈസ് ചെയ്യണം. അതുപോലെ കിട്ടാക്കടത്തിനെ നോൺ പെർഫോമിങ് അസറ്റ്സ് ആയിട്ട് ആ കിട്ടാക്കടം തന്നെ അത്. അപ്പോൾ അത് ചെയ്യേണ്ടത് ഈ കോർ ബാങ്കിങ് സിസ്റ്റത്തിൽ ഓട്ടോമാറ്റിക്കായിട്ട് ചെയ്യേണ്ടത്, കോർ ബാങ്കിങ് സിസ്റ്റം മാനിപ്പുലേറ്റ് ചെയ്തുകൊണ്ട് അവർ അതിനെ മാനുവലി കൺട്രോൾ ചെയ്ത് മിസ്ലീഡിങ് ഇൻഫർമേഷൻ കൊടുത്ത് റിസർവ് ബാങ്കിനെയും അതുപോലെ മറ്റധികാരികളെയും തെറ്റിദ്ധരിപ്പിച്ചിരിക്കുകയായിരുന്നു. അത് ഓഡിറ്ററുടെ കമൻ്റാണ്. ഇത് കുറ്റാന്വേഷണ ഏജൻസികളും ഫോറൻസിക് ഓഡിറ്റും നടത്തി കണ്ടുപിടിക്കേണ്ട കാര്യമാണ്. കാരണം സിസ്റ്റമാണ്, അതായത് കമ്പ്യൂട്ടർ സിസ്റ്റം. ഒരു ബാങ്കിൻ്റെ 1100 കോടി സൈസുള്ള ഒരു ബാങ്കിൻ്റെ കമ്പ്യൂട്ടർ സിസ്റ്റം ഈസ് കൺട്രോൾഡ് ബൈ സമൺ മാനുവലി. എന്നിട്ട് അതിൽ ബേസിക് ഡേറ്റ പോയിട്ട് മാനിപ്പുലേറ്റ് ചെയ്ത് ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന സിറ്റുവേഷൻ. മൂന്നാമത്തെ കാര്യം, RBIയുടെ നിയന്ത്രണത്തിലായിരിക്കെ, അതായത് RBI ഓൾ ഇൻക്ലൂസീവ് ഡയറക്റ്റീവ്സ് കൊണ്ടുവന്നതിന് ശേഷം, ആ നിർദ്ദേശം കൊടുത്തതിന് ശേഷം, അത് വരുന്നതോടൊപ്പം പറഞ്ഞിരുന്നു 10,000 രൂപ മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ എന്ന്.
സാറ് സൂചിപ്പിച്ച പോയിൻ്റാണ്. പക്ഷെ അതിൽ കൂടുതൽ തുക അവരുടെ എന്താ പറയുക ഇൻട്രസ്റ്റഡ് പാർട്ടീസിന് കൊടുത്തു. ആ തുകയുടെ റെക്കൺസീലിയേഷൻ നടത്താൻ ഓഡിറ്റർക്ക് സാധിച്ചിട്ടില്ല. അതായത് എത്ര കൂടുതൽ കൊടുത്തു, എവിടെയാണ് കൂടുതൽ കൊടുത്ത് എന്ന് കണ്ടുപിടിക്കാനുള്ള റെക്കോർഡ്സ് ബാങ്ക് അധികാരികൾ ഓഡിറ്റർക്ക് കൊടുത്തിട്ടില്ല എന്ന് ഓഡിറ്റർ വളരെ ക്ലിയർ ആയിട്ട് എഴുതി വച്ചിരിക്കുകയാണ്. അതും ഒരു ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷൻ്റെ ഭാഗമായിട്ട് വരേണ്ടതാണ്. അപ്പോൾ അത് എന്താ പറയുക, നമ്മുടെ ഫൈനാൻഷ്യൽ ക്രൈം ഡിപ്പാർട്ട്മെൻറ്റോ അതുപോലെയുള്ളവരോ ഓഡിറ്റ് എന്താ പറയുക ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യേണ്ടതാണ്. സാർ ഓൾറെഡി പറഞ്ഞു, നമ്മുടെ നേരത്തെ പറഞ്ഞതാണ്, DICGCയുടെ 10,000 രൂപ അല്ല 10,000 രൂപയല്ല, DICGCയുടെ ഇൻഷുറൻസ് ക്ലെയിം എന്ന് പറയുന്നത് 5 ലക്ഷം രൂപ വരെ മാത്രമേ കൊടുക്കാനുണ്ടായിരുന്നുള്ളൂ. ഈ 5 ലക്ഷം രൂപ വരെയാണ് ഓരോ ഡെപ്പോസിറ്റും ഇൻഷുർ ചെയ്തിരിക്കുന്നത്. അത് കൊടുക്കാനുള്ള ക്ലെയിം സബ്മിറ്റ് ചെയ്യുന്നത് പലരുടെയും തുക 5 ലക്ഷത്തിൽ കൂടുതലായതുകൊണ്ട് അതിൽ നിന്ന് അങ്ങനെയുള്ള വ്യക്തികൾക്ക്, അവരുടെ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള വ്യക്തികൾക്ക് 5 ലക്ഷത്തിൽ കൂടുതൽ കൊടുത്തു. 5 ലക്ഷത്തിൽ കൂടുതൽ കൊടുത്തത് എത്ര എമൗണ്ട് ആണെന്ന് ഓഡിറ്റർക്ക് കണ്ടുപിടിക്കാൻ പറ്റാത്ത വിധം അവർ റെക്കോർഡ്സ് മാനിപ്പുലേറ്റ് ചെയ്തിരിക്കുക. അപ്പോൾ അത് DICGCയുടെ റൂൾസിന് എഗൻസ്റ്റ് ആയിട്ടായിരിക്കും അത് ചെയ്തിരിക്കുന്നത്. അതും അന്വേഷിക്കേണ്ടതാണ്. പല ലോൺ ബുക്കുകളിലും, ഞാൻ നേരത്തെ സൂചിപ്പിക്കുകയുണ്ടായി ഒരു ലോണിന് 2 ഫയലുണ്ടെന്ന്. പല ലോൺ ബുക്കുകളിലും റെക്കോർഡ്സ് കാണാനില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫയലുകൾ കാണാനില്ല. അവരുടെ ബുക്ക് ഓഫ് അക്കൗണ്ട്സ് മാനിപ്പുലേറ്റ് ചെയ്തിരിക്കുന്നു. അതുപോലെ ഫയലുകൾ ഇൻവെസ്റ്റിഗേറ്റേഴ്സിന് അതല്ലെങ്കിൽ ഓഡിറ്റർക്ക് ഫയലുകൾ ആവശ്യപ്പെട്ടപ്പോൾ അവർക്ക് കൊടുക്കാനുള്ള അത് കൊടുത്തില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനഃപൂർവ്വം ഇവേഡ് ചെയ്തിരിക്കുകയാണെന്നാണ് ഇതിൽ സൂചിപ്പിച്ചിരിക്കുന്നത്. ചില ലോൺ ഡോക്യുമെൻറ്റുകളുടെ, അതായത് നോൺ ബാങ്കിങ് അസറ്റ്സിൽ സർഫേസി റൂൾസ് ആക്ട് പ്രകാരം ബാങ്ക് തിരിച്ചെടുത്ത വസ്തുക്കളുടെ എന്താ പറയുക ആധാരം, ടൈറ്റിൽ ഡീഡ്സ് ബാങ്കിനകത്ത് ഇല്ല. അത് ഇപ്പോഴും ആരുടെ കയ്യിലാണെന്ന് ബാങ്കിന് അറിയില്ല. ഇതും ഓഡിറ്റർ തന്നെ കൺഫേം ചെയ്തിരിക്കുന്ന കാര്യമാണ്. ഒരു പോയിന്റും കൂടി പറയുകയാണെന്നുണ്ടെങ്കിൽ, ബാങ്കിൻ്റെ ഇന്നത്തെ നഷ്ടം, മൊത്തം നഷ്ടം 123 കോടിയും വാർഷിക നഷ്ടം 45 കോടിയുമാണ്. അതോടൊപ്പം തന്നെ നെറ്റ് വർത്ത് എന്ന് പറയുന്നത് 60 കോടി രൂപയോളമാണ് നെഗറ്റീവായിട്ടുള്ളത്. അപ്പം ഇതിലേക്കെല്ലാം നയിച്ചിരിക്കുന്നത് ഈ ആസൂത്രിതമായ വിലയില്ലാത്ത ഭൂമികൾ കയ്യിലെടുത്ത് ലോണുകൾ കൊടുത്ത് അത് തിരിച്ചടയ്ക്കുന്നതിനുള്ള ഒരു പരിശ്രമവും നടത്താതെ ഈ ഞങ്ങളെപ്പോലുള്ള ഡെപ്പോസിറ്റേഴ്സിനെ ഇങ്ങനെ പെരുവഴിയിലായിരിക്കുന്ന ഒരു സിറ്റുവേഷനാണ്. അപ്പോൾ ഇതിന് വേണ്ടത് ഫോറൻസിക് ഓഡിറ്റ്, ക്രൈം ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോയുടെ, എക്കണോമിക് ഇൻ്റലിജൻസ് ബ്യൂറോയുടെ, അതുപോലെ സാമ്പത്തിക കുറ്റാന്വേഷണ ഏജൻസികളുടെ ഇൻവെസ്റ്റിഗേഷൻ നടത്തണം. ഗവൺമെൻറ് ഇടപെടണം. അതുപോലെ ഏതെല്ലാം വിധത്തിൽ ഡെപ്പോസിറ്റേഴ്സിൻ്റെ എന്താ പറയുക ഈ വിഷമഘട്ടത്തിൽ നിന്ന് തരണം ചെയ്യാനുള്ള സാധ്യത ഉണ്ടാക്കലാണ് ഞങ്ങളുടെ ഈ അസോസിയേഷൻ്റെ ഒരു ഉദ്ദേശം. എൻ്റെ പേര് ജോസ് പച്ചന്തോണി. This is banking advisor, legal advisor, advocate advisor. ഫോറൻസിക് ഓഡിറ്റ് എന്ന് പറഞ്ഞാൽ സാർ പറയണ ഞാൻ പറയാം. ഈ ബാങ്കിൽ സാധാരണ ഓഡിറ്റ് വിട്ടിട്ട് ആപ്ലിക്കേഷൻ തൊട്ട് അതിൻ്റെ അവസാനം വരെയുള്ള എല്ലാ ഡോക്യുമെന്റേഷൻ, പ്രൊസീജിയർ, എല്ലാ റെഗുലാരിറ്റീസും നോക്കാൻ. അത് അതിൻ്റെ അതോറിറ്റി എന്ന് പറഞ്ഞാൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ, ED, അങ്ങനെ മുതലായിട്ടുള്ള, അങ്ങനെ വന്നാൽ അത് കോടതിയിൽ എവിഡൻസ് ഫ്രീ വാല്യൂ ഉണ്ട്.
അപ്പോൾ അത് കൺക്ലൂസീവ് പ്രൂഫാണ് ഓഫ് എവിഡൻസ് ആണ് ഈ ഫോറൻസിക് ഓഡിറ്റ്. അപ്പോൾ ഇപ്പോൾ മദ്രാസിൽ അവരുടെ റീജിയണൽ ഓഫീസിലേക്ക് റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ മറ്റ് കണക്കുകളല്ലേ നോക്കുള്ളൂ. ഇത് ആ ഇൻ ഡെപ്ത് പോയിട്ട് ഓരോ ഡോക്യുമെന്റും അതിന്റെ എല്ലാ പ്രൊസീജിയർ കംപ്ലൈൻസും നടന്നുണ്ടോ എന്ന് നോക്കുന്ന ഒരു സമ്പ്രദായത്തിനെയാണ് ഫോറൻസിക് ഓഡിറ്റ്. അഞ്ച് ബ്രാഞ്ചുകൾ അടച്ചത് അത് വടക്കാഞ്ചേരി, ചെറുതുരുത്തി പറഞ്ഞു, ചെറുതുരുത്തി, അത്താണി, ചേലക്കര, വടക്കാഞ്ചേരി, എരുമപ്പെട്ടി എന്നീ 5 സ്ഥാപനമാണ് ഓൾറെഡി ക്ലോസ് ചെയ്തിരിക്കുന്നത്. നിലവിൽ വാടക കൊടുക്കുന്നത്. അല്ല, ബാങ്ക് ഇപ്പൊ അഡ്മിനിസ്ട്രേറ്റീവ് 2 ചോദ്യങ്ങളുണ്ട്. ഒന്ന്, പഴയ ചെയർമാൻ പറയുന്നത് അവിടെ പൈസ ഇരിക്കുന്നുണ്ട്, അപ്പൊ ഞങ്ങൾ വന്ന് കാണിച്ചു കൊടുക്ക്, ഞങ്ങൾക്ക് പൈസ കിട്ടിയാൽ മതി. അവിടെ ഉണ്ടെങ്കിൽ നിങ്ങളത് കണക്ക് കള്ളം പറയില്ലല്ലോ. അപ്പൊ അത് പുള്ളി പറയുന്നത് കണക്കനുസരിച്ച് ഈ ഇൻഷുറൻസ് കമ്പനിക്ക് 5 ലക്ഷം രൂപയുള്ള 452 രൂപ കൊടുക്കണ്ടെന്ന് പറയണ്ടേ? അത് ശരിയല്ല. അവര് നമ്മുടെ എല്ലാ അക്കൗണ്ടും ഫ്രീസ് ചെയ്തിരിക്കുക. നമ്മൾ കാറിന്റെയോ ലോറിയുടെ ഇൻഷുറൻസ് പോലെയല്ല. ആ ഇൻഷുറൻസ് എന്ന് പറഞ്ഞാൽ ഇങ്ങനൊരു ദുർഗതി ബാങ്കിന് ഉണ്ടാവുകയാണെങ്കിൽ ഞങ്ങൾ 5 ലക്ഷം രൂപ വരെ തരും എന്നുള്ള ഒരു വ്യാപാര കരാറിനാണ് ഇത് നമ്മൾ പ്രീമിയം അടയ്ക്കുന്നത്. നമ്മൾ കാറിന്റെ, സ്കൂട്ടറിന്റെ അല്ലെങ്കിൽ മെഡിക്കൽ ഇൻഷുറൻസിന്റെ പോലെ അതിനെ കാണരുത്. അതിപ്പോ ഇന്ത്യയിലെ എല്ലാ നാഷണലൈസ് ബാങ്കിനും, ഈവൻ ഷെഡ്യൂൾ ബാങ്കുകൾക്ക് എല്ലാം അങ്ങനെ തന്നെയുള്ളൂ. 5 ലക്ഷമാണ് മാക്സിമം ലിമിറ്റ്. അതിനൊരു പ്രീമിയം കൃത്യമായിട്ട് അടയ്ക്കും. അപ്പൊ അവര് തരുന്ന സംഖ്യ അവര് വഴിയെ ബാങ്കിന്റെ ഏറ്റവും അവസാനത്തെ പൊടി മണ്ണ് കൂടി വിറ്റെടുത്ത് കൊണ്ടുപോകും. അല്ലെങ്കിൽ 7.5% പലിശ കൊടുക്കണം. അവർക്ക് 7.5% റിസർവ് ബാങ്ക് പറയുന്ന ലെൻഡിങ് റേറ്റ് മേടിക്കാനുള്ള അവകാശം അവർക്കുണ്ട്. ഇവിടെ ബാങ്കിന്റെ ബോർഡ് സസ്പെൻഡ് ചെയ്തിരിക്കുകയാണല്ലോ. അപ്പോൾ ഭരണം നടത്തുന്നത് റിസർവ് ബാങ്കിന്റെ അഡ്മിനിസ്ട്രേറ്ററാണ്. അഡ്മിനിസ്ട്രേറ്റർ ഒക്കെ ചെയ്യാവുന്നതെന്ന് പറയുന്നത് ഹി ഹാസ് ടു റൺ വിത്തിൻ ഹിസ് കൺട്രോൾസ്. ഈ ഉള്ള സ്റ്റാഫിനെ വെച്ചിട്ട് നടത്തണം. ഇവിടെ നടക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്റ്റാഫിനെ കൊണ്ട് വർക്ക് ചെയ്യിപ്പിക്കാനുള്ള മാനേജ്മെന്റ് സപ്പോർട്ട് ഈ ഡിഫങ്ക്റ്റ് ആയിട്ടുള്ള, അതായത് പിരിച്ചുവിട്ട ഭരണസമിതി നൽകുന്നില്ല. അപ്പം അതുകൊണ്ട് റിക്കവറി പ്രോസസ്സ് വളരെ സ്ലോ ആണ്. പ്രാക്ടിക്കലി നത്തിങ് ഈസ് ഹാപ്പനിങ്. അഡ്മിനിസ്ട്രേറ്റർ ഈസ് ട്രൈങ് ടു ഫൈൻഡ് വേസ് ടു റിക്കവർ ദ ബാങ്ക്. പക്ഷെ അതവിടെ സംഭവിക്കുന്നില്ല. അത് കാരണം മാനേജ്മെൻറ്റ് ഇത് പുറത്താക്കിയിരിക്കുന്ന ഭരണസമിതി ഇപ്പോഴുള്ള എംപ്ലോയീസിൻ്റെ പുറത്തെ ഇൻഫ്ലുവൻസ് ഉപയോഗിച്ചിട്ട് അവരെ കൊണ്ട് ഒരു ആക്ഷനും എടുപ്പിക്കുന്നില്ല. കിട്ടാക്കടം റിക്കവറി പ്രോസസ്സ് നടത്തിയാലല്ലേ തിരിച്ചു കിട്ടത്തുള്ളൂ. അതൊന്നും ചെയ്യാൻ തയ്യാറാവുന്നില്ല. അപ്പം അതുകൊണ്ടാണ് ഞങ്ങള് പഴയ ഭരണസമിതി ആൾക്കാരെ ഞങ്ങൾ ഒരു തുറന്ന സംവാദത്തിന് വിളിച്ചു. നിങ്ങൾ അങ്ങനെയാണെങ്കിൽ ഞങ്ങളുടെ കൂടി ചേർന്ന് വന്നിട്ട് പറയൂ, ബാങ്കിൽ പറയൂ, എങ്ങനെയാണ് കാര്യങ്ങൾ ചെയ്താൽ ഈ കാര്യം പ്രശ്നം തീർന്നു പറഞ്ഞാൽ ഉണ്ട്. ഞങ്ങൾ ഈ ഓഗസ്റ്റ് 15 മുനിസിപ്പൽ ഓഫീസിന് മുമ്പാകെ ഞങ്ങൾ എല്ലാവരും ഒത്തുചേർന്ന് മുനിസിപ്പാലിറ്റിക്ക് ഒരു നിവേദനം കൊടുക്കേണ്ടത്, പ്രമേയങ്ങൾ പാസ്സാക്കിയ അധികാര സ്ഥാനങ്ങളിലേക്ക് കൊടുക്കണം. മറ്റൊന്നുള്ളത്, ഞങ്ങൾ ഈ ഓണത്തിന് ഞങ്ങൾ ബാങ്കിന്റെ മുമ്പിൽ ഞങ്ങളുടെ വക പട്ടിണി സമരം ഉണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു മീറ്റിങ്ങിനോ ഞങ്ങളുടെ മീറ്റിംഗ് വരും. അതായത് വന്നിട്ട് വണ്ടിക്കൂലിക്ക് പൈസ ഇല്ല. കാരണം ഈ വീടെല്ലാം വിറ്റിട്ട് പൈസ കൊണ്ടിട്ടേക്കാണേ. 78 വയസ്സായ ഒരു സ്ത്രീ 40 ലക്ഷം രൂപ ഇട്ടിട്ടുണ്ട്. ഇത് പലിശ കിട്ടിയിട്ട് ജീവിച്ചു പോകാലോ, ഭർത്താവില്ല, മക്കളില്ല. എന്നിട്ട് തിരിച്ചു പോകാൻ ബസ് കൂലി ഞങ്ങൾ പിടിച്ചു വയ്ക്കും. അത്രയും തേനിയാണ്. കുട്ടികളുടെ മാനസിക രോഗം വന്നവരുണ്ട്. കാരണം ഈ പൈസ പിന്നെ സമയങ്ങളിൽ കൊടുത്തില്ലെങ്കിൽ കിട്ടേണ്ട സ്ഥലത്ത് നിന്ന് പിടിച്ച് പുറത്താക്കുമല്ലോ. ഫീസാണെങ്കിലും ഈ ഊരകത്തൂർ അനാഥശാലയിലൊരു സ്ത്രീയുണ്ട്, ഞാൻ പേര് പറയുന്നില്ല, ഒരു ഫാദർ കോത്തൂർ നടത്തുന്നൊരു ഇതുണ്ട്. അവിടെ മാസം ചെല്ലേണ്ട പൈസ ഇട്ടിരുന്നത് ഹെഡ് ഓഫീസിലാണ്. ഈ പലിശ ചെല്ലുന്നില്ല. അപ്പൊ സ്വാഭാവികമായിട്ടും ഷീ ഹാസ് ബീൻ ത്രോൺ അവേ. Nine 4471 82 323. മറ്റു രീതിയിൽ ഇത് വ്യക്തിവിരോധം തീർക്കാനാണ്. നമുക്ക് എന്ത് വിരോധം? 7000 ആക്ച്വലി ഇത് എണ്ണം കുറഞ്ഞതിന്റെ കാര്യം എന്താണെന്നറിയോ സർ? 22,000 പേരിൽ 5 ലക്ഷം രൂപ വെച്ച് കെട്ടിയപ്പോൾ അവർക്ക് മാറിപ്പോയി.
ഈ 7,000 പേരെന്ന് പറഞ്ഞ് 5ന് മുകളിലുള്ള 6 ലക്ഷമുള്ളവരുണ്ട്, 10 ഉണ്ട്, കോടികളുള്ളവരുണ്ട്, ലക്ഷങ്ങളുള്ളവരുണ്ട്. അപ്പൊ ഈ 22,000 ആണ് ആക്ച്വലി ഡെപ്പോസിറ്റ് ആയിരുന്നത്. അതിൽ നിന്ന് 7,000 ആയിട്ട് കുറയാൻ കാരണം ഈ ക്ലെയിം കിട്ടിയവർക്ക് പിന്നെ അവരുടെ വിഷയമില്ലല്ലോ, അല്ലെങ്കിൽ ഇതിലും കൂടുതൽ ആത്മഹത്യ നടക്കും. ഇതിലൊരു ഒരു എവിഡൻസ് എനിക്ക് തരാൻ പറ്റുന്നത്, ഞാനൊരു ഡെപ്പോസിറ്ററാണ്. എൻ്റെ ഭാര്യ ടീച്ചറായിട്ട് ജോലി ചെയ്ത് കുറേ വർഷം ജോലി ചെയ്തിട്ട് കിട്ടിയ കാശ് സെയിൻറ്റ് തോമസ് കത്തീഡ്രൽ കുറീസ് വഴി കുറി വെച്ച്, ആ കുറി കിട്ടിയ കാശിന് അന്ന് അവർ സെയിൻറ്റ് തോമസ് കത്തീഡ്രൽ കുറീസ് ചെക്ക് കൊടുക്കുക ഈ ബാങ്കിലേക്കാണ്. അവിടെ 0.5% പലിശ കിട്ടും. അതുപോലെ ചാർജ് ചെയ്ത് സെക്യൂരിറ്റി ഇല്ലാതെ നമുക്ക് കുറിപ്പണം ഫിക്സ്ഡ് ഡെപ്പോസിറ്റ് ആക്കാം, അതിൻ്റെ പലിശ കൊണ്ട് കുറി അടയ്ക്കാമെന്ന് പറഞ്ഞുകൊണ്ട് അവിടേക്ക് കൊടുക്കുന്ന കാശാണ് കിട്ടാനുള്ളത്. അതുകൊണ്ട് ഞാൻ ഒരു ഡെപ്പോസിറ്ററാണ്. ഈ ഫസ്റ്റ് ഓൾ ഇൻക്ലൂസീവ് ഡയറക്റ്റീവ് 30th ജൂലൈ 2025 വന്നപ്പോൾ എനിക്കതൊരു അത്ഭുതമായിരുന്നു. ഞാൻ അതുകൊണ്ട് തന്നെ ബാങ്കിൻ്റെ വിവരങ്ങൾ അന്വേഷിച്ച് കണ്ടുപിടിച്ച് സെപ്റ്റംബർ ഫസ്റ്റ് വീക്കിൽ 3 മീറ്റിങ്ങുകൾ നടത്തി ടോപ്പ് മാനേജ്മെൻറ്റായിട്ട്. അതിൽ ടോപ്പ് മാനേജ്മെൻറ്റിൽ കണ്ടുകിട്ടാവുന്ന വ്യക്തി മിസ്റ്റർ ജോൺ അക്കര, മാനേജിങ് ഡയറക്ടർ. പുള്ളിയായിട്ട് 3 പ്രാവശ്യം മീറ്റിങ്ങുകൾ നടത്തി ഡേറ്റ വെച്ച് കണക്ക് പറഞ്ഞ് ഞാൻ അവരോട് ആവശ്യപ്പെട്ടു, 30 കോടി രൂപ നിങ്ങൾ ഇപ്പോൾ ഇതിനകത്ത് ഇൻഡ്യൂസ് ചെയ്ത് ഇതിൻ്റെ ക്യാപിറ്റൽ ഇൻക്രീസ് ചെയ്ത് നിർത്തിയാൽ നിങ്ങൾക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല. രണ്ടാമത്തെ കാര്യം ഞാൻ പറഞ്ഞത്, DICGCയുടെ ക്ലെയിം നിങ്ങൾ വാങ്ങി, അന്ന് ബാങ്കിൻ്റെ സ്റ്റാഫാണ് DICGCയുടെ ക്ലെയിം ഫോമുകൾ ഫില്ലപ്പ് ചെയ്യാൻ പ്രൊമോട്ട് ചെയ്തിരുന്നത്. ഒരിക്കലും അത് സംഭവിക്കാത്ത കാര്യമാണ്. ബാങ്കിങ് ചരിത്രത്തിൽ ഇൻഷുറൻസ് പേയ്മെൻറ്റ് വരിക ഓൺലി ഓൺ ദ ഡിസിഷൻ ദാറ്റ് ദ ബാങ്ക് ഹാസ് ടു ബി ലിക്വിഡേറ്റഡ്. അപ്പം ഞാൻ ഈ മാനേജിങ് ഡയറക്ടറോട് പറഞ്ഞത്, 30 കോടി ഇൻഡ്യൂസ് ചെയ്ത് ക്യാപിറ്റൽ അഡിക്വസി ആക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ബാങ്ക് വിൽ റിമെയിൻ സ്റ്റാറ്റ്യൂട്ടറിലി അണ്ടർ ലോ ആസ് എ ലിക്വിഡ് ഓർഗനൈസേഷൻ. അപ്പോൾ ബാങ്ക്രപ്സി ഇഷ്യൂ ഇല്ല. രണ്ടാമത്തെ കാര്യം, ഗോ ആൻഡ് ആസ്ക് RBI ടു സ്റ്റേ ദ DICGC ക്ലെയിംസ്. DICGC ക്ലെയിംസ് ഒരു 3 മാസത്തേക്ക് പെൻഡിങ്ങിൽ വയ്ക്കാൻ. അതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് 35,000 കസ്റ്റമേഴ്സിൽ 27,000 പേര് ക്ലെയിം വാങ്ങി ബാങ്കിന് പുറത്തായിരുന്നു. ബാക്കി 7,000 പേരല്ലേ ഇപ്പോൾ ഉള്ളത്. ഏകദേശം 7,000 കസ്റ്റമേഴ്സാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ഒരു ക്ലെയിം വാങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ DICGC ക്ലെയിം പേയ്മെൻറ്റ് നടത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ ആസ് പെർ കമ്പനി ലോ, ഇഫ് വെൻ എ കമ്പനി ഗോസ് ഓൺ ലിക്വിഡേഷൻ, അവർക്കൊരു പ്രയോറിറ്റി ഓഫ് പേയ്മെൻറ്റ്സ് ഉണ്ട്. ആ പ്രയോറിറ്റി ഓഫ് പേയ്മെൻറ്റ്സ് ആദ്യം വരുന്നത് സ്റ്റാഫിൻ്റെ പേയ്മെൻറ്റ്സ് നടത്തുക, രണ്ടാമതായിട്ട് വരുന്നത് ബിൽ പേയ്മെൻറ്റ്സ് നടത്തുക. ബിൽ പേയ്മെൻറ്റ്സ് എന്ന് പറയുന്നത് നമ്മുടെ വാട്ടർ ബില്ല്, ഇലക്ട്രിസിറ്റി ബില്ലെല്ലാം. മൂന്നാമതായിട്ട് വരുന്നത് റീഇംബേഴ്സ് DICGC. അത് ഇതിൽ വളരെ ക്ലിയർ ആയിട്ട് RBI കോട്ട് ചെയ്തിട്ടുണ്ട് ആ ക്ലോസുകൾ. അതുപോലെ കമ്പനി ലോയിൽ വളരെ വ്യക്തമാണ്. അപ്പം ഇന്നിപ്പോൾ ബാങ്കിന് 362 കോടി രൂപ, 362 അല്ലേ, 382 കോടിയുടെ ക്യാഷും ബാങ്ക് ബാലൻസസും ഗവൺമെൻറ് സെക്യൂരിറ്റീസ് ഇൻവെസ്റ്റ്മെൻറ്റ്സും ഉണ്ട്. ആ 382 കോടി രൂപ DICGC ചാർജ് ചെയ്ത് വെച്ചിരിക്കുകയാണ് അഗൻസ്റ്റ് their claim for 462 crores. ഓക്കെ. അപ്പം അന്ന് മാനേജ്മെൻറ്റിൻ്റെ അടുത്ത് വളരെ ക്ലിയർ ആയിട്ട് ഡെപ്പോസിറ്റർ എന്നുള്ള നിലയ്ക്കാണ് ഞാൻ പോയി ആവശ്യപ്പെട്ടത്. they didn't hear, they didn't even discuss it with me. 3 പ്രാവശ്യം കണ്ടു കഴിഞ്ഞിട്ട്. അപ്പോൾ ഇറ്റ് വാസ് ഇൻറ്റൻഷണൽ, പർപ്പസ്ഫുൾ ടു ഡിഫ്രോഡ് ദ ക്രീം ഓഫ് ദി ബാങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 ലക്ഷത്തിൽ കൂടുതലുള്ള എല്ലാ ഡെപ്പോസിറ്റേഴ്സിനെയും ചീറ്റ് ചെയ്യണം. അതിലിപ്പോൾ 70 കോടി രൂപ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഡെപ്പോസിറ്റേഴ്സ് ഉണ്ട്, അതായത് മറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസും കമ്പനികളും. പിന്നെ അതുപോലെ പള്ളികളുടെ വലിയൊരു തുകയുണ്ട്, ബിഷപ്പ് ഹൗസ് അടക്കം. പിന്നെ ഞങ്ങളെപ്പോലുള്ള പാവപ്പെട്ടവർ അധ്വാനിച്ചുണ്ടാക്കിയ കാശ് ഇവർ കുറേ പേര് ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ്. താങ്ക് യു. അതുപോലെ തന്നെ കല്യാണം തുടങ്ങിയ കുറെ ആൾക്കാരുണ്ട്. പെൺകുട്ടികളുടെ കല്യാണത്തിന് വേണ്ടിയിട്ട് പൈസ നിക്ഷേപിച്ചിട്ട് അവർക്കിപ്പോ കല്യാണത്തിന്റെ സമയമായപ്പോ പൈസ കിട്ടാതെ ബുദ്ധിമുട്ടുന്ന
പാരൻസ് ഇഷ്ടംമാതിരി ഉണ്ട്. അതുമാതിരി തന്നെ വിദ്യാഭ്യാസം +2 കഴിഞ്ഞപ്പോൾ നമുക്കറിയാം നഴ്സിങ്ങിനും അതേപോലെ ഓരോ പ്രൊഫഷണൽ കോഴ്സിന് അഡ്മിഷൻ എടുക്കേണ്ട സമയമാണ്. അവരൊക്കെ ഈ പൈസ കണ്ടിട്ടാണ് മുന്നോട്ട് പോകുന്നത്. അവരൊക്കെ വലിയൊരു പ്രതിസന്ധിയിലാണ്. കുട്ടികളൊക്കെ എന്താ പറയുക, വളരെ മാനസിക വിഷമത്തിലാണ്. സത്യം പറയാച്ചിട്ടുണ്ടെങ്കിൽ ആത്മഹത്യയുടെ വക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പൈസ ഉണ്ടായിട്ട് നമ്മൾ പൈസ ഡെപ്പോസിറ്റ് ചെയ്തിട്ട് നമ്മളിപ്പോൾ ആത്മഹത്യയുടെ വക്കിൽ നിൽക്കുന്നതാണ്. ഇത് വലിയ, അതായത് ഇരിഞ്ഞാലക്കുട നാടെന്ന് മാത്രമല്ല, ഇപ്പൊ ഈ ചുറ്റളവ്, ഈ ഇപ്പൊ പ്രവർത്തിക്കുന്ന ചുറ്റളവ് എന്നുണ്ടെങ്കിൽ തൃശ്ശൂർ ജില്ല മൊത്തം വരും ഈ ബാങ്കിന്റെ ഇത്. ഞങ്ങൾ അത്രയും കഷ്ടപ്പാടിലാണ് അത് മുന്നോട്ട് പോകുന്നത്. നമുക്ക് ദൈനംദിന ചെലവുകളല്ല, നമുക്ക് കല്യാണം, വിദ്യാഭ്യാസം, ഇതിനൊക്കെ വലിയ വലിയ പൈസകൾ ആവശ്യം വരികയാണ്. അപ്പോൾ ഇതിൽ നമ്മൾ പറയുന്നത് എത്ര പെട്ടെന്ന് ഒരു ഫോറൻസിക് ഓഡിറ്റിംഗ് അത് കമ്പൽസറി, അതേമാതിരി തന്നെ ED പോലത്തെ വന്ന് കറക്റ്റായിട്ട് ഇതിനെ ഓഡിറ്റിംഗ് ചെയ്ത് കുറ്റക്കാർക്കെതിരെ നടപടി വേണം. അതാണ് ഞങ്ങളുടെ ഹംബിൾ റിക്വസ്റ്റ്. താങ്ക് യു. നമ്മുടെ ഈ ഇരിഞ്ഞാലക്കുട ഈ ടൗൺ കോപ്പറേറ്റീവ് ബാങ്കിനെ ആ ഒരു ഏരിയയിൽ അല്ലെങ്കിൽ ആ ഒരു പരിധിയിൽ കൂടാണ്ട് നമ്മൾ വേറൊരു പെർസ്പെക്റ്റീവിൽ നോക്കുമ്പോൾ, കോപ്പറേറ്റീവ് സെക്ടർ എന്നുള്ള രീതിയിൽ നോക്കുമ്പോൾ 15,000 കോപ്പറേറ്റീവ് ബാങ്കുകളും സൊസൈറ്റികളാണ് കോപ്പറേറ്റീവ് മേഖലയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. അതിൽ 10,000-ഓളം ആണ് ആക്റ്റീവായിട്ടുള്ളത്. ബാക്കിയുള്ളവ ലിക്വിഡേഷൻ പ്രോസസ്സിലും ലിക്വിഡേറ്റ് ചെയ്തവയുമാണ്. അപ്പോൾ ടോട്ടൽ വരുന്നതെന്ന് വെച്ചാൽ 100 സൊസൈറ്റികളോ ബാങ്കുകളോ എടുത്തിട്ടുണ്ടെങ്കിൽ അതിൽ 36 എണ്ണം അണ്ടർ ലിക്വിഡേഷൻ അല്ലെങ്കിൽ ഓൾറെഡി ലിക്വിഡേറ്റ് ചെയ്തവയാണ്. ഈ ഒരു ബാങ്കിന്റെ സ്ഥിതി എന്ന് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇത് അർബൻ കോപ്പറേറ്റീവ് ബാങ്കാണ്. അതായത് അപ്പെക്സ് സൊസൈറ്റിയുടെ, അതായത് കേരള ബാങ്ക് കഴിഞ്ഞ് കഴിഞ്ഞാൽ അർബൻ കോപ്പറേറ്റീവ് സൊസൈറ്റികൾ ഒരു 15-20 സൊസൈറ്റികളാണ്, ബാങ്കുകളാണ് വരുന്നത്. അതായത് രണ്ടാമത്തെ നിരയിലുള്ള ബാങ്കുകളിലാണ് ഇത് വരുന്നത്. ഇവരുടെ ഒരു വിശ്വാസത അല്ലെങ്കിൽ ഈ ഒരു ബാങ്ക് പോലെയുള്ള ബാങ്കുകൾ പൊളിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ പ്രൈമറി കോപ്പറേറ്റീവ് സൊസൈറ്റികളായ 15,000 സൊസൈറ്റികളെ ഇത് ബാധിക്കും. അതായത് ടോട്ടൽ കോപ്പറേറ്റീവ് സെക്ടറിനെ പോലും ബാധിക്കാവുന്ന ഒരു വിഷയമാണിത്. അതാണ് എനിക്ക് പറയാനുള്ളത്. താങ്ക് യു. അതുപോലെ തന്നെ നല്ല